സങ്കീർത്തനങ്ങൾ 29 ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നുള്ള തലക്കെട്ടിൽ നമ്മൾ വായിക്കുന്ന ഒരു സങ്കീർത്തനം. ഒരു രാജകീയ സങ്കീർത്തനമാണ്, ഒരു രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സങ്കീർത്തനമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അവസാനത്തെ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗത്ത് പറയുന്നത്, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എല്ലാ കാലത്തും രാജാവാണ്, എല്ലാ കാലത്തും. സ്തോത്രം. അവന്റെ രാജ്യത്വം നമ്മൾ അവന് കൊടുക്കണം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന് രാജ്യത്വം കൊടുക്കണം. നമ്മുടെ രാജാവ് ദൈവമായിരിക്കണം, നമ്മളെ നിയന്ത്രിക്കുന്നവൻ, നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവൻ, നമ്മെക്കുറിച്ച് ഉള്ള അവിടുത്തെ ആജ്ഞകൾ നേരുള്ളവയാണെന്ന് നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു. അവിടുത്തെ ആജ്ഞകൾ നേരുള്ളവ, അവിടുത്തെ സാക്ഷ്യങ്ങൾ സത്യവും നീതിയുള്ളതാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ പകൽക്കാലം അവിടുത്തെ ആജ്ഞകൾക്ക് കീഴിൽ സമർപ്പിച്ചു കൊടുക്കുന്ന, അവിടുത്തെ രാജത്വത്തിന്റെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി ഒരു ജനമായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. സ്തോത്രം. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. വിളിക്കുന്നത് ദൈവപുത്രന്മാരെ എന്ന. ഒത്തിരിയേറെ അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഈ ദൈവപുത്രന്മാർ, അത് പ്രത്യേകിച്ചും നമ്മൾ ഉൽപ്പത്തിയിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ ദൈവപുത്രന്മാർ അവിടെ ഇറങ്ങി വന്നു, മനുഷ്യരുടെ പുത്രന്മാരെ പുത്രിമാരെ വിവാഹം കഴിച്ചു എന്നൊക്കെയുള്ള ആ ഒരു ബന്ധത്തിൽ വരുമ്പോൾ ഒത്തിരിയേറെ എന്തായാലും പറയുന്നത് കോൺട്രവേഴ്സി ആയിട്ടുള്ള ടീച്ചിങ് ഒക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ ദൈവപുത്രന്മാർ എന്നുള്ള ഒരു പദപ്രയോഗം. എന്നാൽ ആ മേഖലകളിലേക്ക് കടന്നു ചെല്ലാതെ നമുക്ക് നൽകി തന്നിരിക്കുന്ന ഒരു പുത്രത്വമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യമല്ലേ, അതോ 14? നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം ലഭിച്ചു. സ്തോത്രം. അപ്പൊ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അവനെ കൈക്കൊള്ളണം. ആരായി കൈക്കൊള്ളണം? സ്തോത്രം. ഏറ്റവും ആദ്യം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കത്തക്കവണ്ണം അവനെ രക്ഷകനായി കൈക്കൊള്ളണം. അത് ആദ്യപടിയാ, അവിടെ കൊണ്ട് തീരുന്നില്ല. അവനെ രക്ഷകനായി കൈക്കൊണ്ട് അവനെ ജീവിതത്തിന്റെ കർത്താവായി വളർത്തിയെടുക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. രക്ഷകനിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ഥാനമല്ല കർത്താവിന് കൊടുക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അവൻ നമ്മുടെ രാജാധിരാജാവായ ദൈവമായി വളർത്തിയെടുക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ അവനെ ആ രീതികളിൽ കൈക്കൊള്ളുന്നവർക്ക് അവൻ ദൈവ കുഞ്ഞുങ്ങളാകുവാനുള്ള അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ അങ്ങനെ കൈക്കൊണ്ട് അവനെ കർത്താവായി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന, അവനെ കർത്താവായും സ്വീകരിച്ചിരിക്കുന്ന നാം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെന്ന് സ്തോത്രം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദൈവപുത്രന്മാരെ എന്നുള്ള വിളി ആരെ കുറിച്ചാ? നമ്മെ കുറിച്ചാ. സ്തോത്രം. നമ്മെ വിളിച്ചിട്ട് പറയുകയാണ്, യഹോവയ്ക്ക് കൊടുപ്പീൻ. ഇല്ലാഞ്ഞിട്ടാ? സ്തോത്രം. കർത്താവിന് ഇല്ലാഞ്ഞിട്ടാ കൊടുക്കാൻ പറയുന്നത്? അല്ല, നമ്മൾ കൊടുപ്പാൻ ബാധ്യതയുള്ളവരായതുകൊണ്ടാ. സ്തോത്രം. നാം കൊടുപ്പാൻ കടപ്പെട്ടവരായതുകൊണ്ടാ, അവൻ സ്വീകരിപ്പാൻ യോഗ്യനായതുകൊണ്ടാ. സ്തോത്രം. ഈ തിരിച്ചറിവുണ്ടാകണം. നമ്മൾ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള നമുക്കൊരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ളതല്ല നമ്മുടെ കൊടുപ്പ്. മറിച്ച് സ്തോത്രം, അവന് പൂർണ്ണ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്നായിരിക്കണം നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തും കൊടുക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇറ്റ്സ് ഡ്യൂ ടു ഹിം എന്ന അവന് ചെന്ന് ചേരേണ്ടവയാണ്. സ്തോത്രം. മഹത്വവും ശക്തിയും കൊടുപ്പീൻ. സ്തോത്രം. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവേ
നമസ്കരിപ്പിൻ. ഈ ദൈവ സന്നിധിയിൽ, ഈ രാജാവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെയാ കടന്നു ചെല്ലേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാ അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ എന്ന് കാണിക്കുന്ന 1-2 വാക്യങ്ങളായി. 2 വാക്യങ്ങൾ. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ സന്നിധിയിൽ ചെല്ലുന്നത് എന്തിനാ? സ്തോത്രം. അവന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നാം പാലിക്കേണ്ടതായിരിക്കുന്ന ക്രമങ്ങൾ എന്തൊക്കെയാ? സ്തോത്രം. ഒരു കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. 1, അവന് മഹത്വവും ശക്തിയും കൊടുക്കുന്നവരായി കടന്നു ചെല്ലണം. ദൈവം സകല മഹത്വത്തിനും യോഗ്യനാണ്, സകലത്തിലും സർവശക്തൻ അവിടുന്ന് മാത്രമാണെന്നുള്ള തിരിച്ചറിവോടും അത് അവനോട് ഡിക്ലെയർ ചെയ്തുകൊണ്ട്, മനസ്സിന്റെ ആഴത്തിൽ അത് തിരിച്ചറിഞ്ഞും അതിനെ പ്രസ്താവിച്ചും കൊണ്ട് നാം അവന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായിത്തീരണം. അടുത്തത് പറയുകയാണ്, വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടുകൂടെ നാം അവന്റെ സന്നിധിയിൽ കടന്നു ചെല്ലണം. പത്രോസ് എഴുതുമ്പോൾ പറയുകയാണ്, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും വിശുദ്ധനായി അവന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ വിശുദ്ധ ജീവിതത്തെ, നമ്മുടെ വിശുദ്ധിയെ ദിനംതോറും പരിശോധിക്കുന്നവരായി നാം അവന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. തുറന്നുള്ള വാക്യങ്ങൾ ഏകദേശം അതിന്റെ അവസാനത്തിന്റെ ആ നമ്മൾ നേരത്തെ വായിച്ച യഹോവ രാജാവാകുന്നു എന്നുള്ള ഫ്രേസ് വരെയുള്ള കാര്യങ്ങൾ അവന്റെ ശബ്ദത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. രാജാവായിരിക്കുന്ന യഹോവയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ, സ്തോത്രം, ചിന്തിക്കണമേ, രാജാവായിരിക്കുന്ന യഹോവയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഒരു സാധാരണക്കാരന്റെ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. സ്തോത്രം. അതിന് പരിമിതികളുണ്ട്. എന്നാൽ ആ ശബ്ദത്തിന് മുകളിൽ വർത്തിക്കുന്ന ഒരു ശബ്ദമാ ഒരു രാജാവിന്റെ ശബ്ദം. സ്തോത്രം. ചെയ്യടാ എന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ നടന്നേ തീരൂ. സ്തോത്രം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ആജ്ഞകൾ അന്തിമമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. അതിനെ മറികടക്കാൻ മറ്റൊരുത്തനും ഒരു ശക്തിക്കും സാക്ഷാൽ പിശാചിനും കഴിയുകയില്ലെന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. എന്താ അങ്ങനെ എന്റെ ഹൃദയത്തിൽ ഓടി വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും സ്തോത്രം, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമുക്കെതിരെ വല്ലവനും വല്ലതും ചെയ്താലും, നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള പോലെ, കൂടോത്രം വെച്ചാലും മന്ത്രം ജപിച്ചു വെച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. കാരണം അവന്റെ ആജ്ഞകൾ നേരുള്ളവയും നിലനിൽക്കുന്നതുമാണെന്ന് നമ്മുടെ ഉള്ളിൽ ബോധ്യമുണ്ടായിരിക്കണം. സ്തോത്രം. വിശ്വസിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു പരിധിവരെ നമ്മൾ ആ വിശ്വാസത്തിനെതിരായി പോകുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ കഴിവിനെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സംരക്ഷണ വലയത്തിന്റെ ആ ശക്തിയെ, അതിന്റെ അപ്രമാദിത്വത്തെ നാം വില കുറച്ച് കാണുകയല്ലേ ചെയ്യുന്നത്. ഞാൻ നിനക്ക് ചുറ്റും പരിചയായി നിന്നെ സൂക്ഷിക്കുമെന്ന് അരുളി ചെയ്തവൻ ഒരിടം മാത്രം സൂക്ഷിപ്പാൻ കഴിവില്ലാത്തവനെന്ന് നിങ്ങൾ കരുതുന്നുവോ? സ്തോത്രം. സ്തോത്രം. കഴിയില്ല. അവനെ തകർത്തുകൊണ്ട്, സ്തോത്രം, അകത്തു വരുവാൻ കഴിയുകയില്ല. എന്നാൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നത്, നിങ്ങളുടെ വഴികളത്രേ നിങ്ങളെ, സ്തോത്രം, എന്താ പറയുന്നത്, കുടുക്കുകളിൽ പോയി കുടുങ്ങുമാറാക്കുന്നത്. നമ്മൾ പലപ്പോഴും അതിൻ്റെയൊക്കെ മഹത്വം മറ്റു പലതിനും കൊടുക്കും. അല്ല, അവർലി ചെയ്യുന്നു. എന്നിട്ട് പറയുക, നിങ്ങൾ എന്നെ അന്വേഷിപ്പീൻ മനഃപൂർവമായി, പൂർണ്ണ ഹൃദയത്തോടെ എന്നാ പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന് പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്യുക. സ്തോത്രം. കണ്ടോ? സ്തോത്രം. അന്ന് നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള നിലവിളി മാറും. അന്ന് നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് വിടുതലുണ്ടാകും. അന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് പിതാവായും ഇരിക്കും. സ്തോത്രം. കണ്ടോ? നമ്മൾ നമ്മുടെ വഴികളെ ഒന്ന് ശരിയാക്കുകയാണ് വേണ്ടത്. നമ്മുടെ ദൈവം സകലത്തിൻ്റെയും മുകളിൽ ഉന്നതൻ തന്നെയാണ്. അവന്റെ വാക്ക്
ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാ. സ്തോത്രം. അവൻ വെച്ച വരയ്ക്കപ്പുറത്തേക്ക് തിരമാലകൾക്ക് പോലും അവൻ കടലിന് ഒരതിര് വെച്ചിരിക്കുന്നു. സ്തോത്രം അല്ലേ? അവന്റെ വാക്കിൽ സകലവും അവന് കീഴ്പ്പെടുന്നു. അത് തന്നെ ഇവിടെ പറയുന്നത്. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. സ്തോത്രം. പെരുവെള്ളത്തിന് മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടി പോകുമ്പോൾ യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ സ്തോത്രം താഴോട്ട് വരുമ്പോൾ അവന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. സ്തോത്രം. എന്നിട്ട് പറയുക, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. നോക്കുക, സകലത്തിന്റെ മേലും അധികാരം നമ്മുടെ ദൈവത്തിനാ. പ്രിയമുള്ളവരെ, അവനിൽ പൂർണ്ണമായി നാം ഇന്ന് പാടിയതുപോലെ അവനിൽ പൂർണ്ണമായി ആശ്രയിക്കാം, അവനിൽ പൂർണ്ണമായി അവനായി സമർപ്പിക്കാം, അവിടുത്തെ സന്നിധാനത്തെങ്കിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 11-ാമത്തെ വാക്യം സ്പഷ്ടമായി നമ്മളോട് വിളിച്ചു പറയുകയാണ്, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. സ്തോത്രം. ബലം ക്ഷീണിച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ അവൻ നമ്മെ ബലപ്പെടുത്തും. ഹൃദയം തകർന്നതായിരിക്കുന്ന നിമിഷങ്ങളിൽ അവൻ നമ്മെ ധൈര്യപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. അവൻ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായത് സമാധാനമാണ്. സ്തോത്രം. ഉണ്ടേലും ഇല്ലെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും, സ്തോത്രം, കൂട്ടുണ്ടെങ്കിലും കൂട്ടില്ലെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ ജീവിതം എത്ര ഭാഗ്യമാണ് അല്ലേ? ദൈവം പറയുകയാണ്, നീ എന്നിൽ ആശ്രയിച്ച് എന്നെ നിന്റെ രാജാവാക്കി നിലനിർത്തുന്നെങ്കിൽ, സ്തോത്രം, ഞാൻ നിന്നെ സമാധാനം നൽകി അനുഗ്രഹിക്കാം. സ്തോത്രം. നമ്മെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവം സകലത്തിനും മുകളിൽ രാജാവാ. അവന്റെ ശബ്ദത്തെ ഒരുവനും കഴിയുകയില്ല, ഒരു ശക്തിക്കും കഴിയുകയില്ല. അവന്റെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമെങ്കിൽ, സ്തോത്രം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. അവൻ നമുക്ക് ശക്തി നൽകും, അവൻ നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഈ അനുഗ്രഹ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ തുടർന്നും സഹായിക്കുമാറാകട്ടെ.